ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ അടിപൊളി ബിരിയാണി കഴിക്കണതായിരിക്കും അല്ലേ. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അത് എവിടുന്നാന്ന് വെച്ചാൽ നമ്മൾ സാനാടെ നിക്കാഹാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വിശേഷം വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും ഞങ്ങളൊപ്പം പഠിക്കുന്നവരെല്ലാവരും കൂടി പോയതാണ് കേട്ടോ. അതിൽ കൂടെ നല്ല അടിപൊളി പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ സനമോളെ നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു നിക്കാഹിന് മുമ്പൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഒരു 10:45 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആദമുണ്ട്, ബേബിനെ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എല്ലാവരും കൊടുന്നു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്, അതെല്ലാവർക്കും അറിയാൻ തന്നെയാണ്. നല്ല വെയിലുമാണ്, പിന്നെ കല്യാണമാണ്. അപ്പോൾ എനിക്ക് പിന്നെ അവളെ ബാക്കിൽ ഓടാൻ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ വരാണ്ടിരുന്ന് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ബേബിനെ കൊണ്ടുപോവാം, ആദമിനെയാണ് എല്ലായിടത്തും കൊണ്ടുപോകാറ്. എല്ലാവരും ഞാൻ എവിടെയും കൊണ്ടുപോകാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരും കൊണ്ടുപോകാം, ആദമിനെ ഇവിടെ നിർത്തുക. ആദം എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാം റെഡിയാവും, ഒരുങ്ങ് ഉടുപ്പിടുന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി സമ്മതിച്ചില്ല കേട്ടോ. കാരണം നഴ്സറിയിലേക്കാന്ന് വിചാരിച്ചിട്ട് കുട്ടി പേടിച്ചിട്ട് ഞാനില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സനക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് കേട്ടോ. പിന്നെ ഒരു ഡ്രസ്സ് കൂടി ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഞാനല്ല കേട്ടോ, ഇവിടെ എല്ലാവരും കൂടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം അങ്ങനെ അതുകൊണ്ട് നഴ്സറിക്കാന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി വരാനത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കനും പെണ്ണിനും കൂടിയിട്ട് അപ്പം അത് കൊണ്ടുപോയി കൊടുത്തു, സ്റ്റേജിൽ കയറി. അപ്പോൾ ചെക്കനോട് ഒപ്പിടാൻ പറയണം കേട്ടോ. അപ്പോൾ ആൾ അടിപൊളിയാണ് കേട്ടോ, മാഷാ അല്ലാഹ്. നമ്മളോടൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ എന്താ പറയുക, ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ആളോട് എന്തൊക്കെയായിരുന്നു പറയണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ നിക്കാഹിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ല ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരോടും ടാറ്റ പറഞ്ഞ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. വേഗമൊന്നുമല്ല, അത്യാവശ്യം ടൈം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് ഷായുടെ വീട് കേട്ടോ. വേറൊരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു, അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മുന്തുതേ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷായുടെ വീട്ടിൽ വന്നിട്ട് മുന്തുതേ പാലൊക്കെ എടുത്ത് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ചായ ഉണ്ടാക്കൽ തുടങ്ങി എന്നൊക്കെ ഒന്ന് പറയട്ടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പോൾ ചായക്കടി ഒന്നും വേണ്ടാന്നാണ്, കാരണം വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചായ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മക്കൾക്കൊക്കെ ഇത് നല്ല ആപ്പിളല്ല ഓറഞ്ചും അതുപോലെ തന്നെ പേരക്കൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളെ കൂടെ റൂമിലേക്ക് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ അതെടുത്ത് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടുള്ള ചായയും കൂടി കിട്ടി. പിന്നെ അമ്മ എല്ലാവരും കൂടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പോയി ബസ് പോയതിന്റെ ശേഷം പറയണ് കൊല്ലറിയണോ തന്നെ ഭാഗ്യം. കഴിഞ്ഞില്ലേ? പൊട്ടി എന്ത് ചീറ്റി പോയില്ലേ? ഇന്നെന്തൊട്ട് തപ്പിടിന്റെ മോന് ഗ്ലാസ് തപ്പണ്. ഇനി നാളെ തപ്പിയാ മതി. പൈസ ഉണ്ടേ? കാണുമ്പോ ഉമ്മല അമ്മായി ബസ്സേര് നിർത്തിയതാണ്, ലിമിറ്റഡ് ബസ്സേര്. എടാ 100 രൂപ കിട്ടിയാടാ? 100 രൂപ കിട്ടിയാ? ആരാടാ കൊണ്ടുപോയി? നാളെ വീട്ടില് ചിക്കൻ ബിരിയാണി തോന്നുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്ന് ചീത്തട്ടാ, അമ്മടേന്ന് അല്ല ഉമ്മാടേന്ന് ചീത്തട്ടാ. ചീത്തട്ടാ നാളെ കാശ് തരാം. ഭയങ്കര ഇഷ്ടായി.